يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. فاللهم صل وسلم وبارك عليه وعلى آله وصحبه أجمعين. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. أعوذ بالله من الشيطان الرجيم. ولو ترى إذ المجرمون ناكسوا رؤوسهم عند ربهم ربنا أبصرنا وسمعنا فارجعنا نعمل صالحا إنا موقنون. സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ളവരിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ ലോക ജീവിതം നമ്മൾ ഇഷ്ടപ്പെട്ട വിധത്തിൽ ജീവിച്ച് തീർക്കാനുള്ളതല്ല, മറിച്ച് സ്രഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടമേതാണോ അത് മാനദണ്ഡമാക്കിക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഏക മാർഗം. കാരണം നമ്മുടെ ആരുടെയും ജനനം നമ്മുടെ ഇഷ്ടപ്രകാരമല്ല നടന്നിട്ടുള്ളത്. ഏത് രാജ്യത്ത് ജനിക്കണം, ഏത് നിറമാവണം, ഏത് ഭാഷക്കാരനാവണം, ശാരീരികമായി ഏത് പ്രകൃതമാവണം എന്നൊന്നും നമ്മളുടെ ഇഷ്ടം പരിഗണിച്ചുകൊണ്ടല്ല ഞാനും നിങ്ങളും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീണത്. ഇനി അതേപോലെ തന്നെ ആയിരിക്കും നമ്മുടെ മരണവും. നമ്മുടെ ഇഷ്ടത്തിന് അതിൽ യാതൊരു സ്വാധീനവും ഉണ്ടാവുകയില്ല. എവിടെ വെച്ച് മരിക്കാനാ നിനക്കിഷ്ടം, ഏത് രാജ്യത്താണ് നിന്റെ ഖബറൊരുങ്ങേണ്ടത്, ഏത് വിധത്തിലായിരിക്കണം നിന്റെ മരണം, അതൊന്നും നമ്മളോട് അഭിപ്രായം ചോദിച്ചുകൊണ്ടല്ല ഒരാളുടെയും മരണം ഈ ഭൂമിയിൽ നടക്കുക. അള്ളാഹു നിശ്ചയിച്ച സ്ഥലത്ത് എവിടെയാണോ നമ്മുടെ റൂഹ് പിടിക്കുവാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളതെങ്കിൽ ഒരുപക്ഷേ ആ റൂഹ് പിടിക്കുന്ന രാജ്യം നമ്മൾ ജീവിതത്തിൽ നിന്ന് വരെ കണ്ടിട്ടില്ലായിരിക്കാം. എന്നാലും അങ്ങോട്ട് വിസയും ടിക്കറ്റും എടുത്തുകൊണ്ട് നമ്മെ അങ്ങോട്ട് കൊണ്ടുപോകും. ആ സ്ഥലത്താണ് മരണം നടന്നിട്ടുള്ളതെങ്കിൽ ഇത് നമ്മുടെ അനുഭവങ്ങളിൽ നമ്മൾ ഒരുപാട് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ജീവിതത്തിൽ ഇന്ന് വരെ കേട്ടിട്ട് പോലുമില്ലാത്ത, അതല്ലെങ്കിൽ അറിഞ്ഞിട്ടില്ലാത്ത ഒരു രാജ്യത്തേക്ക് പിന്നീടൊരു യാത്ര, ഒരു ഉല്ലാസയാത്രയായോ ജോലി ആവശ്യാർത്ഥമോ ഒക്കെയായി ഒരാൾ പോകുന്നു. അവിടെ വെച്ച് അയാൾ പെട്ടെന്ന് മരിക്കുന്നു. അവിടെ അയാളുടെ ഒരുപക്ഷെ അവിടെ തന്നെ അയാളെ ഖബറടക്കുന്നു. ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് എന്റെയും നിങ്ങളുടെയും ജനനത്തിലോ മരണത്തിലോ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് യാതൊരു സ്വാധീനവും ഇല്ല എന്ന് സൂചിപ്പിക്കാനാണ്. എങ്കിൽ ആ ജനനത്തിന്റെയും മരണത്തിന്റെയും ഇടക്കുള്ള ജീവിതമാണ് എന്റെയും നിങ്ങളുടെയും ദുന്യവിയായ
ഐഹികമായ ഇഹലോക ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തിലും ഞാൻ എൻ്റെ തന്നിഷ്ടപ്രകാരം ജീവിക്കും. അതിൽ ആരും ഇടപെടേണ്ടതില്ല. അതിൽ മതമോ മത പണ്ഡിതന്മാരോ മത പ്രമാണങ്ങളോ കൈകടത്താൻ വരണ്ട. അത് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ ജീവിച്ച് തീർക്കും എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ സ്വരം ഒരാൾക്കും ഉണ്ടായിത്തീരാൻ പാടില്ല. കാരണം അതിലെന്ത് യുക്തിയാണുള്ളത്? അല്ലെങ്കിൽ അതിനെന്ത് പ്രമാണമാണുള്ളത്? ജനിച്ചതിൽ നിനക്ക് ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ സാധ്യമായിട്ടില്ലെങ്കിൽ, നിന്റെ മരണത്തിലും നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം നടക്കില്ലെങ്കിൽ, നിന്റെ യുക്തിയും ബുദ്ധിയും നിന്നോട് പറയുന്നില്ലേ എങ്കിൽ അത് രണ്ടിന്റെയും ഇടക്കുള്ള ജീവിതവും നിന്റെ ഇഷ്ടപ്രകാരമല്ല വേണ്ടത്. ജനനം തീരുമാനിച്ചത് ആരാണോ, ജനിപ്പിച്ചത് ആരാണോ ആ റബ്ബിന്റെ ഇഷ്ടം, മരിപ്പിക്കുന്നത് ആരാണോ, അത് തീരുമാനിക്കുന്നത് ആരാണോ ആ റബ്ബിന്റെ ഇഷ്ടം, അതായിരിക്കണം അത് രണ്ടിന്റെയും ഇടക്കുള്ള ജീവിതത്തിലും വേണ്ടത്. അതിൽ മാത്രം ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം നടക്കും എന്ന് പറയുന്നത് മൗഢ്യമാണ്, ബുദ്ധിശൂന്യമാണ്, യുക്തിരഹിതമാണ് എന്ന് നമ്മൾ വളരെ കൃത്യമായി തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, യഥാർത്ഥമായ നിലക്ക് അള്ളാഹു എനിക്ക് നൽകിയ ഈ ജീവിതത്തിൽ ഞാൻ എൻ്റെ ജീവിതത്തെ എങ്ങനെ ക്രമീകരിക്കണമെന്നും അവന്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതെന്നും നമ്മുടെ മനസ്സിനെ കൃത്യമായി പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേക്കാണ് ഇന്നത്തെ എൻ്റെ സമയം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിനിയോഗിക്കുന്നത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒന്നാമത്തെ മാർഗം മരണചിന്ത നമ്മൾ അധികരിപ്പിക്കലാണ്. അവിടുന്ന് പറഞ്ഞു, അക്സിറു, നിങ്ങൾ അധികരിപ്പിക്കുവീൻ, ദിക്റ, ഓർമ്മയെ. എന്തിന്റെ ഓർമ്മ? ഹാദിമിൽ ലദ്ദാത്ത്, ജീവിതത്തിന്റെ എല്ലാ സുഖങ്ങളെയും സൗകര്യങ്ങളെയും ഒക്കെ മുറിച്ചു കളയുന്ന മരണം എന്ന് പറയുന്ന മഹാപ്രതിഭാസത്തെ കുറിച്ച് നിങ്ങളുടെ ചിന്ത നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇതാണ് അതിനുള്ള പ്രാഥമികവും പ്രധാനവുമായ ഔഷധം. അതാണ്. എന്താണ് മരണചിന്ത അധികരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? എനിക്ക് മരിച്ചു പോകണമല്ലോ, ഞാൻ മരിക്കുമല്ലോ എന്ന് പേടിച്ച് ജോലിക്കൊന്നും പോകാതെ, ജീവിതത്തിന്റെ ബാധ്യതകളൊന്നും നിർവഹിക്കാതെ ഇങ്ങനെ പേടിച്ചൊരു മാനസിക രോഗിയായി കഴിയണമെന്നാണോ മരണചിന്ത അധികരിപ്പിക്കുക എന്നുള്ളതിന്റെ താല്പര്യം? ഒരിക്കലുമല്ല. ജീവിതത്തിൽ തനിക്ക് നിശ്ചയിച്ച സമയം കഠിനാധ്വാനം ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണം. ഒരു വിശ്വാസി മരണം വരെയും അവന്റെ ദുനിയാവിനും ആഖിറത്തിനുമൊക്കെ വേണ്ടി തന്നെ അധ്വാനിക്കേണ്ടവൻ തന്നെയാണ്. എന്നാൽ മരണചിന്ത അധികരിപ്പിക്കുക എന്നുള്ളതിന്റെ താല്പര്യം മരിച്ചു പോകുമ്പോൾ, എവിടെ വെച്ച് ഏത് സമയത്ത് മരിക്കുകയാണെങ്കിലും എന്റെ റബ്ബിന്റെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് ഖബറിലേക്കുള്ള ആ യാത്രക്ക് വേണ്ട ഒരുക്കങ്ങൾ എപ്പോഴും എന്റെ കൈവശമുണ്ടായിരിക്കണം. എപ്പോൾ വിളി വന്നാലും പോകാൻ റെഡിയായ നിലക്ക് ആ രാജ്യത്ത് അള്ളാഹു സ്വീകരിക്കുന്ന അമലുസ്സാലിഹാത്തുകളാകുന്ന കറൻസികളുമായി, അവിടെ സ്വീകരിക്കപ്പെടുന്ന മൂല്യമുള്ള വസ്തുക്കളുമായി യാത്ര പോകുവാൻ എനിക്ക് സാധ്യമാകണം. അതിനുവേണ്ടി എനിക്ക് മരിക്കാൻ ഏത് സമയത്ത് ഞാൻ മരിക്കുകയാണെങ്കിലും അതിനു വേണ്ട തയ്യാറെടുപ്പുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തുകൊണ്ടേയിരിക്കണം. ഇതാണ് മരണചിന്ത അധികരിപ്പിക്കുക എന്ന് പറയുന്നതിന്റെ താല്പര്യമെന്ന് ഓരോ സ്ത്രീയും ഓരോ പുരുഷനും ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം മരണത്തെ എപ്പോഴും നമ്മൾ എത്രത്തോളം ഓർക്കുന്നുവോ അതുകൊണ്ട് 3 ഗുണങ്ങളുണ്ട്. മഹാരഥന്മാരായ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ ഉദ്ധരണികളിൽ കാണാം, മൻ അക്സറ മിൻ ദിക്രിൽ മൗത്ത്, ആരെങ്കിലും മരണചിന്ത അധികരിപ്പിച്ചുകൊണ്ടേയിരുന്നാൽ ഉക്രിമ ബിസലാസതി അശ്യാ, 3 കാര്യങ്ങൾ കൊണ്ട് അവൻ അനുഗ്രഹിക്കപ്പെടും. മരണചിന്ത നമുക്ക് വർദ്ധിക്കും തോറും 3 അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഒന്നാമത്തെ അനുഗ്രഹം എന്താണ്? തഅജീലു തൗബ. നമ്മൾ പെട്ടെന്ന് എപ്പോഴും തൗബ ധൃതിപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കും. മരിക്കണം എന്ന ചിന്തയുള്ളവന് അറിയാം തന്റെ അടുക്കൽ ജീവിതത്തിൽ കഴിഞ്ഞ് കടന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ അനേകം ദോഷങ്ങളുണ്ട്. അല്ലാഹുവേ അത് പുറത്തു തരണേ എന്ന് പെട്ടെന്ന് തന്നെ അവൻ നിരന്തരം തൗബ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു പാപവും ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും
100 തവണയോളം ഇസ്തിഗ്ഫാറും തൗബയുമൊക്കെ ഡെയിലി അധികരിപ്പിച്ചിരുന്നു എന്നുള്ള ഹദീസുകൾ നമ്മൾ കേൾക്കുമ്പോൾ മുത്ത് മുസ്തഫായുടെ ജീവിതത്തിൽ പാപങ്ങൾ വരില്ല. എന്നിട്ട് പോലും മാനവ സമൂഹത്തിലെ മെമ്പർമാരായ ഞാനും നിങ്ങളും ഗൂഢപാഠം ഉൾക്കൊള്ളുവാനാണ് ആ പ്രത്യേകമായ മാതൃക മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, തൗബ അധികരിപ്പിക്കുവാൻ നമുക്ക് തോന്നണമെങ്കിൽ ഞാൻ എത്ര പെട്ടെന്ന് ഏത് സമയത്തും ഞാൻ മരിച്ചാ പിന്നെ മരണനേരത്ത് തൗബ കൊണ്ട് പ്രയോജനമുണ്ടാവില്ല എന്ന ചിന്ത നമുക്കുള്ളയിടത്തോളം കാലം നമ്മൾ തൗബ അധികരിപ്പിക്കും. ഇസ്തിഗ്ഫാർ പാപമോചന തേട്ടങ്ങൾ അധികരിപ്പിക്കും. ഇതാണ് മരണചിന്ത കൊണ്ടുള്ള ഒന്നാമത്തെ ഗുണം. മറ്റൊന്ന് വഖനാഅത്തുൽ ഖൽബി, ഹൃദയത്തിന് എപ്പോഴും നല്ല സമാധാനമുണ്ടാകും. ഇന്ന് പലർക്കും ജീവിതത്തിൽ ടെൻഷൻ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ കിട്ടിയതൊന്നും തികയുന്നില്ല, എത്ര കിട്ടിയാലും മതിയാകുന്നില്ല. ഭൗതികമായ ലോകത്തെ സൗകര്യങ്ങളുടെ കമ്മികളെ സംബന്ധിച്ച്, അവൻ ആശിച്ചത് കിട്ടാത്തതിനെ സംബന്ധിച്ച് അവൻ വല്ലാത്ത വേദനയിലും ടെൻഷനിലുമായിക്കൊണ്ട് ഒരു തരം ഡിപ്രഷനിൽ, ഒരു തരം മനോസംഘർഷത്തിൽ അവന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയി. മനോരോഗ വിദഗ്ധന്മാരുടെ ക്ലിനിക്കുകളിൽ ഇടയ്ക്കിടെ പോയി കാണേണ്ടി വരുന്ന ദുരവസ്ഥ അവനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാ പറയാനൊന്നുമില്ല, പറയാൻ അറിയുന്നില്ല. പ്രശ്നത്തിന്റെ വേര് ഇതാണ്: എന്തോ ആശിച്ചത് കിട്ടിയില്ല, ആഗ്രഹിച്ചത് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്. മരിക്കണം എന്ന ചിന്തയുള്ളവനെ സംബന്ധിച്ചിടത്തോളം കിട്ടിയതിൽ അപാരമായ സംതൃപ്തി അവനുണ്ടാകും. അതാണ് മരണചിന്ത അധികരിപ്പിക്കുന്നവന് കിട്ടുന്ന രണ്ടാമത്തെ അനുഗ്രഹം. മൂന്നാമത്തെ അനുഗ്രഹം വനശാത്തുൽ ഇബാദ, ഇബാദത്തുകൾ ചെയ്യാൻ നല്ല ഉന്മേഷമുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഇബാദത്തുകൾ ചെയ്യുമ്പോൾ ഉന്മേഷമുണ്ടാവുക എന്നുള്ളത് അപാരമായ ഒരു അനുഗ്രഹമാണ്. അതൊരു വലിയ തൗഫീഖാണ്. പള്ളിയിലേക്ക് സുബഹിക്ക് വരാൻ ആർക്കൊക്കെയോ വേണ്ടി വീട്ടിൽ നിന്ന് ഒരു വേള ഭാര്യ വിളിച്ചുണർത്തിയത് കൊണ്ടോ, ഇനി അതല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സൊസൈറ്റിയിലല്ലേ എന്ന നിലക്കൊക്കെ താല്പര്യമില്ലാതെ സുബഹിക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നവർ, പള്ളിയിലേക്ക് വരാത്തവർ, ഇബാദത്തുകളിൽ താല്പര്യമില്ലാത്തവർ, ഖുർആൻ ഓതാൻ താല്പര്യമില്ല, ദിക്റുകൾക്ക് താല്പര്യമില്ല, നല്ല നല്ല കാര്യങ്ങളോടൊന്നും താല്പര്യമില്ല, ചെയ്യണമെന്നൊക്കെയുണ്ട്, പക്ഷേ അതിനൊരു ഉന്മേഷം കിട്ടുന്നില്ല. എന്താ കാരണം? മരണചിന്തയില്ല. അപ്പൊ മരണചിന്ത അധികരിച്ചു കഴിഞ്ഞാൽ മൂന്നാമത് ലഭിക്കുന്ന നേട്ടം എന്താണ്? ഇബാദത്തുകൾ ചെയ്യണമെന്ന് വലിയ ഉന്മേഷമുണ്ടാകും. ആരും പറയേണ്ടി വരില്ല, ആരും പ്രോത്സാഹിപ്പിക്കേണ്ടി വരില്ല. ഓരോ ഇബാദത്തിന് നിർവഹിക്കുമ്പോഴും വല്ലാത്തൊരു മാധുര്യമുണ്ടാകും, ഒരാസ്വാദനമുണ്ടാകും. നേരെ മറിച്ച് മുനാഫിക്കുകൾ നിസ്കരിക്കുന്നതും നിസ്കരിക്കാൻ വരുന്നതും ജുമാക്ക് പങ്കെടുക്കുന്നതും വൈകിയെത്തുന്നതും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ചിന്തകളാൽ നിസ്കാരം അതിന്റെ ഫലത്തിൽ എത്താത്തതുമൊക്കെ ആയിത്തീരുന്നത് മരണചിന്തയില്ലാത്തത് കൊണ്ടാണ്. മരണചിന്തയുണ്ടാകുമ്പോൾ ഇതൊക്കെ ചെയ്യാൻ കാരണം ഓരോ നിസ്കാരം നിർവഹിക്കുമ്പോഴും അവന്റെ മനസ്സവനോട് പറയുന്നുണ്ട്, ഇതൊരു പക്ഷേ എന്റെ ജീവിതത്തിലെ അവസാന നമസ്കാരമായിരിക്കാം. ഉറപ്പാണല്ലോ, 5 നേര നിസ്കാരത്തെ ക്രമീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണല്ലോ. ഒരു 5 നേര നിസ്കാരത്തിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആയിരിക്കും എന്റെയും നിങ്ങളുടെയും മരണം. അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം പ്രദാനം ചെയ്യുമാറാകട്ടെ. യാതൊരു സംശയവും ആ കാര്യത്തിലില്ലല്ലോ. ഏതെങ്കിലും ഒരു ദിവസത്തെ നിസ്കാരം നമ്മുടെ അവസാന നിസ്കാരമായിരിക്കാം. അപ്പൊ എപ്പോ നിസ്കരിക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ വേണം, ഇതെന്റെ അവസാന നിസ്കാരമായിരിക്കാം. ഇബാദത്തുകളിൽ വലിയ താല്പര്യം, ഖുർആൻ ഓതാനും എല്ലാ നല്ല കാര്യത്തിനും താല്പര്യം. എന്താ? ജീവിതം എത്രയും പെട്ടെന്ന് അവസാനിച്ചേക്കാം. ഇങ്ങനെ ഈ ഒരു ചിന്ത കൊണ്ട് നമ്മുടെ മനസ്സിൽ ഈ 3 ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഈ മരണചിന്ത നമ്മുടെ മനസ്സിൽ ധാരാളമായി ഉണ്ടായിത്തീരുവാൻ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ഉഊദുൽ മർള, നിങ്ങൾ രോഗികളെ സന്ദർശിക്കണം. വത്തബിഉൽ ജനായിസ, ജനാസകളെ നിങ്ങൾ പിന്തുടരണം. തുദക്കിറുക്കുമുൽ ആഖിറ, അത് നിങ്ങൾക്ക് മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. എത്രയോ ആളുകൾ ജീവിതത്തിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്നതിന്റെ ഇടക്ക് നിനക്ക് കിട്ടുന്ന ചാൻസിൽ അടുത്ത ഹോസ്പിറ്റലുകളിൽ ഒന്ന് കയറി നോക്ക്, ബന്ധപ്പെട്ട ആളുകളെ ഒന്ന് സന്ദർശിക്ക്.
ഒരു ബന്ധമില്ലാത്തവരാണെങ്കിലും പോയി കണ്ടു നോക്ക്. നമുക്ക് മാനസികമായിട്ട് വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. കൈകാലുകൾ ഒടിഞ്ഞവർ, ഹൃദയത്തിന് രോഗം ബാധിച്ചവർ, കിഡ്നിയുടെ രോഗികളായ ആളുകൾ, ക്യാൻസർ ബാധിതർ, അനവധി രോഗികൾ, അവരെയൊക്കെ കാണുമ്പോ നമ്മുടെ മനസ്സും നമ്മോട് പറയും, ഇത്രയൊക്കെ ഉള്ളൂ ഈ നെകളിപ്പും ഈ അഹങ്കാരമൊക്കെ. ഒരു പനി വന്നാ മതി, അതൊന്ന് ന്യൂമോണിയ ആയാ മതി, അതല്ലെങ്കിൽ ക്യാൻസറിന്റെ തുടക്കം മതി, ഒരു ബ്ലഡ് ചെക്കിന്റെ റിസൾട്ട് വരാനുള്ള താമസമേയുള്ളൂ. അഹങ്കാരമൊക്കെ പമ്പ കിടക്കും, എല്ലാ വിധത്തിലുള്ള നെകളിപ്പുകളും അവസാനിക്കും. ഇത് നമുക്ക് നമ്മുടെ മനസ്സിന് വരുന്ന വല്ലാത്തൊരു മെസ്സേജാണ്. നിങ്ങൾ രോഗികളെ പോയി കാണണമെന്ന് മുത്ത് മുസ്തഫ, നിങ്ങൾക്കും മരിക്കണമെന്നും അഹങ്കാരത്തിനൊരു കമ്മി വരാനും ജീവിതം നല്ല നിലക്കാക്കി തീർക്കുവാനും പരലോക ചിന്തയുണരാനും അത് ഉപകരിക്കും. മരണപ്പെട്ട വീടുകളിൽ നിങ്ങൾ ജനാസകളെ സന്ദർശിക്കൂ. മയ്യത്ത് നമസ്കാരവും അതുപോലെ തന്നെ ജനാസകളെ പിന്തുടരലുമൊക്കെ ഈ വിധത്തിലുള്ള മരണചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങളാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജനാസയുള്ള വീട്ടിലേക്ക് ചെന്നാൽ, നമ്മൾ ഇന്ന് പലരും ശ്രദ്ധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ജനാസയുള്ള വീട്ടിലേക്ക് നമ്മൾ കയറി ചെന്നാൽ, ഒരു ജനാസയിൽ നമ്മൾ പങ്കെടുക്കുന്ന വേളയിൽ നാം വളരെയേറെ ശ്രദ്ധ പാലിക്കേണ്ടതുണ്ട്. നമുക്ക് നല്ല മരണചിന്തയുണ്ടാകണം. മയ്യത്തിന്റെ കൂടെയോ മയ്യത്തിന്റെ സമീപത്തോ മയ്യത്തിന്റെ പിന്നാലെ അനുഗമിക്കുമ്പോഴോ മയ്യത്ത് നിസ്കാരം നിർവഹിക്കുമ്പോഴോ മയ്യത്ത് ഖബറടക്കുന്ന വേളയിലോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ചിന്ത ഒന്ന്, നമുക്കും മരിക്കണമല്ലോ എന്ന ചിന്തയാണ്. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ആ കട്ടിലിൽ കിടക്കുന്ന മയ്യത്തിന്റെ അവസ്ഥയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അദ്ദേഹത്തിന് ഇനി ചെന്ന് കിടക്കാനുള്ള ഖബർ നമ്മുടെ കണ്ണിൽ നമ്മൾ കാണണം. അദ്ദേഹത്തിന് ഇനി വരാനിരിക്കുന്ന ഖബറിലെ അവസ്ഥകൾ, മലായിക്കത്തുകൾ വന്നുകൊണ്ടുള്ള ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ പറയാൻ സാധിക്കുമോ എന്നുള്ള കാര്യം. നീണ്ട കാലം ഖബറിൽ കിടക്കേണ്ടുന്ന ബർസഖിന്റെ ലോകത്തേക്കാണല്ലോ ഈ മനുഷ്യനെ ഞങ്ങൾ യാത്രയാക്കുന്നത് എന്ന ബോധം. അമലുകൾക്കുള്ള അവസരങ്ങളെല്ലാം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടല്ലോ. ഇനി ജീവിച്ചിരിക്കുന്ന നമ്മൾക്കേ ഇനി പ്രവർത്തിക്കാൻ അവസരമുള്ളൂ. അദ്ദേഹത്തിന് പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള കാലം അവസാനിച്ചു പോയല്ലോ തുടങ്ങിയ മരണചിന്തയും പരലോക ബോധവുമൊക്കെയാണ് ഒരു മരിച്ച വീട്ടിലെത്തിയാലും മരണവുമായി ബന്ധപ്പെട്ട ക്രിയകളിൽ പങ്കെടുക്കുമ്പോഴും നമ്മിലുണ്ടായി തീരേണ്ടത്. നമ്മുടെ സംസാരങ്ങൾ നമ്മൾ നിയന്ത്രിക്കണം. അവിടെ വെച്ച് ചിരിക്കാൻ എങ്ങനെയാണ് മനുഷ്യന് സാധിക്കുക? ആ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരാതിരിക്കാൻ കഴിയില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് സഹാബത്ത് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂൽ ഒരു ജനാസയെ അനുഗമിച്ചാൽ അക്സറ സുംത, അവിടുന്ന് വളരെയേറെ മൗനം പാലിക്കാറാണ് പതിവുള്ളത്. ഒന്നും സംസാരിക്കില്ല മുത്ത് മുസ്തഫ. വറുഇയ അലൈഹിൽ കആബ, വല്ലാത്തൊരു വേദനയും സങ്കടവും ദുഃഖവുമൊക്കെ പ്രവാചക മുഖത്ത് ദൃശ്യമായിരുന്നു. അത് കുടുംബക്കാരി മരിച്ചിട്ടല്ല. വഅക്സറ ഹദീസൻ നഫ്സി, മനസ്സിൽ വല്ലാത്ത ഒരു ചിന്ത, സ്വന്തം മനസ്സിനോട് മരണത്തെ പരലോകത്തെ കുറിച്ച് സംവദിക്കുന്ന ആ ഒരു ചിന്താകുലമായ മനസ്സായിരുന്നു മുസ്തഫ ഒരു ജനാസയുടെ വേളയിൽ അവിടുത്തേക്കുണ്ടായിരുന്നതെന്ന് സഹാബത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ്. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഒരു ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജനാസയുടെ കൂടെയുള്ള ഒരു വ്യക്തി ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സഹാബിയായ അദ്ദേഹം ഗൗരവത്തോടെ ഈ മനുഷ്യനോട് ചോദിക്കുകയാണ്, അത്തദ്ഹകു മഅൽ ജനാസ, ജനാസയുടെ കൂടെ പോകുമ്പോഴാണോ നീ ചിരിക്കുന്നത്? ലാ ഉകല്ലിമുക അബദ, ഇനി നിന്നോടൊരിക്കലും ഞാൻ മിണ്ടില്ല എന്ന വിഷയത്തിന്റെ ഗൗരവം സഹാബി അത് ചെയ്തിട്ടുള്ള ആളോട് ഓർമ്മപ്പെടുത്തി എന്നാണ്. സഹാബത്തിനെ കണ്ട താബിഈ പണ്ഡിതനായ ഇമാം ഖതാദ റഹിമഹുല്ലാഹ് പറയുകയാണ്, മഹാനായ സഹാബി അബൂദർദാ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ജനാസയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കെ ഒരാൾ ചിരിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ സഹാബി ഈ വ്യക്തിയോട് ചോദിച്ചു, അമാ കാന ഫീമാ റഅയ്ത മിൻ ഹൗലിൽ മൗതി മാ യുശ്ഗിലുക അനിൽ ളഹ്കി, ഇതീ കണ്ടതൊന്നും പോരെ, ഈ മരണത്തിൽ നീ പങ്കെടുത്തത് നിനക്ക് പോരെ? മരണചിന്തയെ കുറിച്ചുള്ള കാര്യങ്ങൾ നിന്റെ മുമ്പിൽ കിടക്കുമ്പോൾ പോലും നിനക്കെങ്ങനെ ചിരിക്കാൻ സാധിക്കുന്നു
എന്നാണ് ആ വ്യക്തി മറ്റേ വ്യക്തിയോട് ഉപദേശ സ്വരത്തിൽ ചോദിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ജനാസയുള്ള വീടുകളിലും അതിന്റെ പിറകെ പോകുമ്പോഴും പള്ളിക്കാട്ടിൽ ജനാസ അടക്കുമ്പോഴുമൊക്കെ ആളുകൾ എന്തെല്ലാമാണ് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും സഹാബത്തിന്റെയും കാലത്ത് ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവരൊരു ജനാസയിൽ പങ്കെടുത്താൽ ആ ജനാസ മരണപ്പെട്ട വ്യക്തിയുടെ ബന്ധുവാണോ ഇവരൊക്കെ എന്ന് തോന്നിപ്പോകുന്ന മുഖഭാവവും അതുപോലെ തന്നെ മൗനവും അവരുടെ സംസാര നിയന്ത്രണവും പെരുമാറ്റങ്ങളും അത്രമാത്രം ഗൗരവതരമായിരുന്നു എന്നാണ്. ദീർഘകാലമായി ഒരു യാത്ര കഴിഞ്ഞിട്ട് എത്തുകയാണ് ഒരാളെന്ന് സങ്കല്പിക്കുക. അങ്ങനെയുള്ള ഒരാള് ഒരു മരിച്ച വീട്ടിലെത്തിയാൽ പോലും ആ മരണപ്പെട്ട വ്യക്തിയുടെ സന്തപ്ത കുടുംബങ്ങളെ കണ്ടാൽ കേവലം സലാം ചൊല്ലി അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതല്ലാതെ മറ്റു സംസാരങ്ങളിലേക്കോ കുശലാന്വേഷണങ്ങളിലേക്കോ പോലും അവരുടെയൊന്നും സംസാരങ്ങൾ നീണ്ടുപോകാതെ അവരുടെയൊക്കെ ദുഃഖത്തിൽ പരിപൂർണമായും ആ കുടുംബത്തിലെ ഒരു മെമ്പറെ പോലെ തന്റെ ഒരു കുടുംബത്തിലെ ഏറ്റവും ബന്ധപ്പെട്ടയാളാണ് ഈ മരിച്ചു കിടക്കുന്നതെന്ന പോലെ ആ വിധത്തിലായിരുന്നു അവരുടെയൊക്കെ പെരുമാറ്റം. സഹാബത്ത് അങ്ങനെയായിരുന്നു, താബിഈങ്ങൾ അങ്ങനെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ മരണചിന്ത അധികരിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. നേരെ മറിച്ച് മരണചിന്തയില്ലാതെയായാലോ 3 ദുരന്തങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത്. ആരെങ്കിലും മരണത്തെ മറന്നു കളഞ്ഞാൽ 3 വിധത്തിലുള്ള അപകടങ്ങളിൽ അവൻ ചെന്നു ചാടും. ഒന്നാമത്തൊരു അവന് തൗബ ചെയ്യാൻ കഴിയില്ല. തൗബ ചെയ്യണമെന്നൊക്കെ ഉണ്ടാകും, പിന്നെ ആവാം, അടുത്ത റമദാൻ വരട്ടെ, ഹജ്ജിന് ചാൻസ് ഉണ്ടെങ്കിൽ അപ്പ നോക്ക, ഒരു ഉംറക്ക് പോകാൻ പറ്റുകയാണെങ്കിൽ അപ്പ നോക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തന്റെ പാപങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ കരഞ്ഞു പറഞ്ഞു പ്രാർത്ഥിക്കാതെ അവൻ തൗബ ഇങ്ങനെ പിന്നേക്ക് നീട്ടിയിടും. അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്ക് അവൻ എത്തുമ്പോൾ ജീവിതത്തിൽ കിട്ടിയതിലൊന്നും അവനൊരു സംതൃപ്തിയുമില്ലാതെ ടെൻഷൻ അടിച്ചുകൊണ്ട് അവൻ നടക്കും. അതേപോലെ തന്നെ ഇബാദത്തുകളിൽ ഒരു ഉന്മേഷവും അവനുണ്ടാവുകയില്ല. ഇബാദത്തുകൾ ചെയ്യാൻ ഒരു താല്പര്യവും ഉണ്ടാവുകയില്ല. ഒന്നിനും അവന് മതചിട്ടകളോടോ മതത്തിന്റെ കൃത്യമായ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഹലാല് ഹറാമുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്നതിനോട് ഒരു താല്പര്യവും അത്തരത്തിലുള്ള ആളുകൾക്ക് ഉണ്ടാവില്ല. കാരണം അവൻ ചെകുത്താന്റെ പിടിയിൽ അമർന്നിരിക്കുന്നു. ഈ 3 ദുരന്തങ്ങൾ മരണചിന്ത ഒരാളിൽ നിന്ന് നഷ്ടപ്പെട്ടാൽ അയാൾക്ക് വന്നു പോകും. അങ്ങനെയുള്ള ആളുകളുടെ അവസ്ഥ പിന്നെ എന്തായിത്തീരും? മരിക്കുന്ന നേരത്തെ ആള് പൊട്ടിക്കരയും, വിലപിക്കും, റബ്ബിർജിഊൻ, എന്റെ റബ്ബേ ഞങ്ങളെ ഒന്ന് മടക്കി തരാമോ, ഇപ്പൊ തന്നെ മരിപ്പിക്കല്ലേ, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, ഒരല്പസമയത്തേക്കൊന്ന് പിന്തിക്കാമോ, ഞാൻ ധർമ്മം കൊടുത്തോളാം, ഞാൻ നല്ലവനായി ജീവിച്ചോളാം, ഇതുവരെ ചെയ്യാത്ത സൽക്കർമ്മങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന മനുഷ്യൻ മരണവേളയിൽ മലക്കുകളുടെ മുമ്പിലും അള്ളാഹുവിന്റെ മുമ്പിലും അവൻ കെഞ്ചി പൊട്ടിക്കരയുമെന്നാണ്. പക്ഷേ ഒരു പ്രയോജനവും ആ വിലാപം കൊണ്ടുണ്ടാവില്ല. അങ്ങനെ അവൻ ആ രൂപത്തിലുള്ള ഏറ്റവും പ്രയാസകരമായ മരണം മരിച്ച് ഖബറിലെത്തും. ഖബറിലെ ശിക്ഷയാണെങ്കിൽ അസഹനീയമായ നിലക്കുള്ള കഠിനമായ ശിക്ഷയിൽ അവന്റെ ബർസഖി ലോകം നീട്ടിയിടപ്പെടും. നശ്വറിലെത്തിയാലോ നരകമാണ് അവന് പോകാനുള്ളത്. ആ നരകത്തെ കാണുന്ന വേളയിൽ അവൻ പറയുന്ന പൊട്ടിക്കരച്ചിലിന്റെ വിലാപമാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചിട്ടുള്ള വചനം. ഇന്നും സുബഹി നമസ്കരിച്ചപ്പോൾ ഇമാമു 1-ാമത്തെ റക്അത്തിൽ പാരായണം ചെയ്ത സൂറത്തു സജദയിലെ വചനമാണ് ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓതി കേൾപ്പിച്ചത്. വലൗ തറാ, നീ എങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ സഹിക്കാനാവാത്ത രംഗമാണത് എന്ന് പറഞ്ഞ് ഗൗരവത്തോടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. എന്തിനെ കുറിച്ചാ പറയുന്നത്? ഇതിൽ മുജ്രിമൂന, കുറ്റവാളികളായ പാപികളായ തെമ്മാടികളായ ധിക്കാരികളായ താന്തോന്നികളായ ആളുകൾ, വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം
പരലോക കോടതിയിൽ റബ്ബിന്റെ മുമ്പിൽ അവർ സങ്കടം സഹിക്കവയ്യാതെ, ഖേദം സഹിക്കവയ്യാതെ തലയും തൂക്കിപ്പിടിച്ച് അവരിങ്ങനെ നമ്രശിരസ്കരായി അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അവര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവര് പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അബ്സർനാ, ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഇപ്പൊ കാണാൻ പറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ഇല്ല എന്ന് പറഞ്ഞതൊക്കെ ഉണ്ട് ഇപ്പൊ യാഥാർത്ഥ്യമായിട്ടുണ്ട്, ഖബർ ഞങ്ങൾ അനുഭവിച്ചു, നരകമിതാ വരാനിരിക്കുന്നു, വിചാരണയുണ്ട്, സിറാത്ത് പാലമുണ്ട്, ഗൗരവതരമാണ് മഹ്ശറ, അതൊക്കെ ഞങ്ങൾ ഇപ്പൊ കണ്ടു. വസമിഅനാ, ഞങ്ങൾ നിഷേധിച്ച് പുച്ഛിച്ച് പരിഹസിച്ച് തള്ളിക്കളഞ്ഞിരുന്ന പലതും സത്യമാണെന്ന് ഇപ്പൊ ഞങ്ങൾ കേട്ടു. മുമ്പ് കേട്ടതൊക്കെ യാഥാർത്ഥ്യമായിരുന്നു. പ്രബോധകന്മാരും പ്രവാചകന്മാരുമൊക്കെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഞങ്ങളോട് ഉപദേശിച്ചിരുന്നതൊക്കെ സത്യമായിരുന്നു എന്ന് അന്ന് കേട്ടതൊക്കെ ഇപ്പൊ ഞങ്ങൾക്ക് ബോധ്യമാകുന്നുണ്ട്, അതൊക്കെ തന്നെയാണ് വേണ്ടിയിരുന്നതെന്ന്. പക്ഷേ സാധിച്ചില്ല. അതുകൊണ്ട് അല്ലാഹുവേ, ഫർജിഅനാ, നീ ഞങ്ങളെ ഒന്ന് മടക്കിത്തരാമോ, ദുനിയാവിലേക്ക് നീ ഞങ്ങളെ ഒന്ന് മടക്കിത്തരാമോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവർ ചോദിക്കുകയാണ്. എന്തിനാ ഭൂമിയിലേക്ക് പോകുന്നത്? നഅമൽ സാലിഹൻ, സൽക്കർമ്മങ്ങളൊക്കെ ഞങ്ങളൊന്ന് ചെയ്തിട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ചു വരാം. കാരണം ഇന്നാ മൂഖിനൂൻ, ഇപ്പൊ ഞങ്ങൾക്ക് നല്ല ഉറച്ച വിശ്വാസം വന്നിട്ടുണ്ട്, ഞങ്ങൾക്കിപ്പൊ നല്ല ദൃഢമായ ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹ് ഒന്ന് പറഞ്ഞേക്കാമോ ദുനിയാവിലേക്ക് എന്ന്. നരകം കാണുമ്പോഴും നരകത്തിലെത്തിയാലും ഈ തമ്മാടികൾ പറഞ്ഞുകൊണ്ടിരിക്കും, ആ രംഗമെങ്ങാനും നബിയെ നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് കാണാൻ കഴിയാത്തത്ര ഭീകരവും ബീഭത്സവുമായിരിക്കുമെന്നാണ് അല്ലാഹു സൂറത്തു സജദയിൽ വളരെ കൃത്യമായി തന്നെ പഠിപ്പിക്കുന്നത്. അതിനല്ല കൊടുക്കുന്ന മറുപടി എന്താ? അങ്ങനെ ചോദിക്കുമ്പോ ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹദാ, ഇങ്ങനെ ഒരു ദിവസം വരാനുണ്ടെന്നും ഞാനും നിങ്ങളുമായി കണ്ടുമുട്ടുന്ന വിചാരണയുടെ ഒരു ദിവസം വരാനുണ്ടെന്നും നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടപ്പോ അതിനെയൊക്കെ നിങ്ങൾ മറന്നു കളഞ്ഞവരാണ്. അതുകൊണ്ട് ഇന്നാ നസീനാകും, ഇന്നത്തെ കാര്യം, നിങ്ങളുടെ കാര്യം ഞാനും അങ്ങ് മറക്കുകയാണ്, ഒന്നും ഇങ്ങോട്ട് പറയണ്ട. വദൂഖൂ അദാബൽ ഖുൽദി, ശാശ്വതമായ നരകശിക്ഷ ആസ്വദിച്ചുകൊള്ളൂ നിങ്ങൾ. എന്തിനെ? നിങ്ങളോട് ഞാനൊരു അക്രമവും ചെയ്തിട്ടല്ല. ബിമാ കുൻതും തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലം എന്ന നിലക്ക് അനുഭവിച്ചേ പറ്റൂ എന്നുള്ള മറുപടിയാണ് ലഭിക്കുക എന്ന് സൂറത്തു സജദ എല്ലാ വെള്ളിയാഴ്ചയും സുബഹിക്ക് നമ്മൾ കേൾക്കുകയാണ്. നമ്മൾ ഗൗരവത്തോടുകൂടെ മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണചിന്ത അധികരിപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ മരണവേളയിൽ കരയാതെ, ഖബറിൽ ശിക്ഷയ്ക്ക് വിധേയരാവാതെ, മഹ്ശറിൽ സ്വർഗവാസികളുടെ കൂടെ ചെന്ന് ചേരുന്ന സൗഭാഗ്യത്തിന് യോഗ്യരാകുന്ന വിധത്തിൽ ആയിത്തീരുവാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകൾ അവൻ പുറത്തു തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع هديه. أما بعد فأوصيكم عباد الله ونفسي بتقوى الله. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ജീവിതത്തിൽ വളരെ സൂക്ഷ്മത നൽകി, റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മരണചിന്ത അധികരിപ്പിക്കുവാൻ ഉതകുന്ന വിധത്തിൽ നിത്യജീവിതത്തിലെ ദിക്റുകളും ദുആകളും അല്ലാഹു അവന്റെ റസൂലിലൂടെ നമുക്ക് ക്രമീകരിച്ച് പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. ഒരു വിശ്വാസി, അവൻ ആണാവട്ടെ പെണ്ണാവട്ടെ, തൻ കിടന്നുറങ്ങുന്ന കിടക്കപ്പായയിൽ നിന്ന്, തന്റെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയം മുതൽ രാത്രി അവൻ കിടന്നുറങ്ങുവോളം ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ ദിക്റുകൾ, ഏതൊക്കെ ദുആകൾ, എത്ര തവണ, എങ്ങനെയെല്ലാം നിർവഹിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചിരുന്നിട്ടുണ്ട്. അതൊക്കെ അർത്ഥവും ആശയവും പഠിച്ച് മനസ്സിലാക്കി മനഃപ്പാഠമാക്കി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നവർക്കാണ് വിജയം വരിക്കുവാൻ സാധിക്കുക.
അതിൽ പ്രത്യേകം എടുത്തു പറഞ്ഞവയാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും നിർവഹിക്കേണ്ടുന്ന ദിക്റുകൾ. അദ്കാറുസ് സബാഹ് പ്രഭാത ദിക്റുകൾ, അദ്കാറുൽ മസാ പ്രദോഷ ദിക്റുകൾ. ആ കൂട്ടത്തിൽ നിത്യവും നമ്മൾ ചൊല്ലേണ്ടുന്ന നമുക്കൊക്കെ സുപരിചിതമായ കൊച്ചു സൂറത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു സൂറത്ത്, 3 സൂറത്തുകളുണ്ട്. ഒന്ന് നമുക്കെല്ലാം അറിയാവുന്ന സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്, മറ്റൊന്ന് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, മറ്റൊന്ന് ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. ഈ 3 സൂറത്തുകളും 5 നേര നിസ്കാരത്തിന്റെയും ശേഷം ഓരോ തവണ നമ്മൾ ചൊല്ലിയിരിക്കണം. അനിവാര്യമായും നമ്മൾ ആരും മുടങ്ങാതെ അത് നിർവഹിക്കേണ്ടതാണ്. 5 നേര നിസ്കാരത്തിന്റെ ശേഷവും ഈ 3 സൂറത്തുകളും ഓരോ തവണ നമ്മൾ നിർവഹിക്കണം. അതിന്റെ പുറമെ പ്രഭാത ദിക്റുകൾ എന്ന നിലക്കും പ്രദോഷ ദിക്റുകൾ എന്ന നിലക്കും ഈ 3 സൂറത്തുകളും 3 തവണ വീതം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട്. 5 നേര നിസ്കാരത്തിൽ സുബഹിക്ക് ശേഷമാണെങ്കിലും മഗ്രിബിക്ക് ശേഷമാണെങ്കിലും ഒക്കെ ഓരോ തവണ നിസ്കാരത്തിന്റെ ശേഷം എന്ന നിലക്കുള്ള സൂറത്ത് എന്ന നിലക്ക് നമ്മൾ ഇത് നിർവഹിക്കണം. അതിന്റെയൊക്കെ പുറമെ രാവിലെയുള്ള ദിക്റ്, വൈകുന്നേരമുള്ള ദിക്റ് എന്ന നിലയ്ക്ക് ഈ 5 നേര നിസ്കാരങ്ങളുടെ പിറകെ ചൊല്ലുന്നതിന്റെ പുറമെ 3 തവണ ഈ 3 സൂറത്തുകളും ചൊല്ലാൻ നമ്മൾ മറക്കരുത്. ഞാനിത് വ്യക്തമായി വേർതിരിച്ചു പറയുന്നത് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഈ സൂറത്തുൽ ഇഖ്ലാസും അഅ്വദതൈനിയും അഥവാ ഖുൽ ഹുവല്ലയും അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഒക്കെ നിസ്കാരങ്ങളുടെ പിറകെ ഓരോ തവണ ചൊല്ലണമെന്നും എന്നാൽ ഫജ്റിന്റെയും മഗ്രിബിന്റെയും ശേഷം ചൊല്ലുമ്പോൾ 3 തവണ ചൊല്ലണമെന്നും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആ ധാരണ ശരിയല്ല. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഓരോ തവണ തന്നെയാണ് ചൊല്ലേണ്ടത്. എന്നാൽ പിന്നെ 3 തവണ നമ്മൾ ചൊല്ലണം എന്ന് പറയുന്നത് എപ്പോഴാണ്? അത് പ്രഭാത ദിക്റിന്റെ കൂട്ടത്തിൽ ചൊല്ലുമ്പോൾ, അതുപോലെ വൈകുന്നേര ദിക്റിന്റെ കൂട്ടത്തിൽ ചൊല്ലുമ്പോൾ. പ്രഭാത ദിക്റുകൾ ചൊല്ലേണ്ടത് എപ്പോഴാണ്? സൂര്യൻ ഉദിച്ചതിന്റെ ഉടനെ, അതിന്റെ ശേഷം, അല്ലെങ്കിൽ അതിന്റെ മുമ്പായി, സുബഹി കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ ഇടക്കുള്ള സമയത്താണ് പ്രഭാത ദിക്റുകളുടെ ഉത്തമമായ സമയം. ഇനി ഒരാൾക്ക് എന്തെങ്കിലും സംഗതിവശാൽ സാധിച്ചില്ലെങ്കിൽ സൂര്യോദയത്തിന്റെ ശേഷവും നിർവഹിക്കാം. വൈകുന്നേര ദിക്റുകളോ അസർ നമസ്കാരത്തിന്റെയും മഗ്രിബ് നമസ്കാരത്തിന്റെയും ഇടക്ക്, മഗ്രിബിന്റെ തൊട്ട് മുമ്പുള്ള അസ്തമനത്തോടടുക്കുന്ന സമയമായാൽ ഏറ്റവും നല്ലത്. ഇനി ഒരാൾക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ മഗ്രിബ് നമസ്കാര ശേഷവും അയാൾക്കത് ചൊല്ലി തീർക്കാവുന്നതാണ്. എന്തായിരുന്നാലും സഹോദരങ്ങളെ, ഈ 3 അധ്യായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പാലിക്കുമ്പോഴോ നിനക്ക് അത് മതി എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ദുന്യവിയായും ഉഖറവിയായും ഉണ്ടാകാവുന്ന അപകടങ്ങളില്ലെന്ന്, പ്രയാസങ്ങളില്ലെന്ന്, പരീക്ഷണങ്ങളില്ലെന്ന്, ആ നിലക്കൊക്കെ കാവലാണ് ഈ 3 സൂറത്തുകളും എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. നമ്മുടെ കുടുംബത്തിന് ആ മെസ്സേജ് പകർന്നു കൊടുക്കണം. അത് ചൊല്ലി എന്ന് ഉറപ്പുവരുത്തണം. ഭാര്യാഭർത്താക്കൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. മാതാപിതാക്കളും മക്കളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വീടാവണം. അങ്ങനെയൊക്കെ ആ നിലക്കുള്ള ദിക്റുകളോടുള്ള ഒരു സ്നേഹമുള്ള ഒരു കുടുംബമാണെങ്കിൽ നമുക്ക് നല്ല നിലക്ക് മരിക്കുവാൻ സാധിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. റഹ്മാനായ റബ്ബിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവൻ ഹറാമാക്കിയ ഒരു കാര്യങ്ങളിലും അറിഞ്ഞുകൊണ്ട് ഏർപ്പെടാതെ റബ്ബിന്റെ ഇഷ്ടമേതാണോ അത് മാത്രം പരിഗണിച്ചുകൊണ്ട് ജീവിക്കുന്ന സജ്ജനങ്ങളായ സ്ത്രീ പുരുഷന്മാരിൽ റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പാപങ്ങളെല്ലാം അവൻ പൊറുത്തു തരുമാറാകട്ടെ. മാരകമായ രോഗങ്ങൾ കടിമപ്പെട്ടുകൊണ്ട് ആസ്പത്രികളിലും വീടുകളിലുമൊക്കെ കഴിയുന്ന ധാരാളക്കണക്കിന് ആളുകളുണ്ട്. അള്ളാഹു അവർക്കെല്ലാം പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മയും അവരെയും മറ്റെല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ, ഗുരുജനങ്ങൾ, മറ്റു ബന്ധുമിത്രാദികൾ, പരിചയമുള്ളവർ അല്ലാത്തവർ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا واجر والدينا من النار. ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين.